എപ്പിസോഡ് 27 എല്ലാവർക്കും സ്വാഗതം. രാക്ഷസിമാരുടെ സംസാരം കേട്ട് സീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ടവരായി ഇവിടെ ആരുമില്ലല്ലോ. രാമൻ എന്നെ മറന്നോ? ഇത്രയും കരുണയും സ്നേഹവും ഇല്ലാത്തവനാണോ രാമൻ? ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് താണുകിടന്ന വൃക്ഷക്കൊമ്പിൽ പിടിച്ചു നിന്ന് രാമനെയോർത്ത് തേങ്ങി തേങ്ങി കരഞ്ഞു. ഇത് കണ്ട് ഹനുമാൻ പതുക്കെ പറഞ്ഞു തുടങ്ങി. സൂര്യവംശത്തിൽ ദശരഥ മഹാരാജാവിന് രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 പുത്രന്മാരുണ്ടായിരുന്നു. രാവണവധത്തിനായി ജന്മം കൊണ്ട ശ്രീരാമൻ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് കാട്ടിൽ വസിച്ചു. കൂടെ ജാനകിയും ലക്ഷ്മണനും. കാട്ടിൽ വെച്ച് സന്യാസവേഷത്തിൽ വന്ന രാവണൻ ജാനകിയെ കട്ടുകൊണ്ടുപോയി. ശ്രീരാമനും ലക്ഷ്മണനും ജാനകിയെ തിരഞ്ഞു നടക്കുമ്പോൾ ജടായുവിനെ കണ്ടു. വിവരങ്ങളെല്ലാം അറിഞ്ഞു. മരണത്തോടടുത്ത ജടായുവിന് മോക്ഷവും നൽകി. പിന്നീടുള്ള അന്വേഷണ സമയത്ത് സുഗ്രീവനുമായി അവർ സഖ്യം ചെയ്തു. ബാലിയെ കൊന്ന് സുഗ്രീവനെ രാജാവാക്കി. പ്രത്യുപകാരമായി സുഗ്രീവൻ സീതയെ അന്വേഷിച്ച് 4 ദിക്കിലേക്കും വാനരന്മാരെ അയച്ചു. അവരിൽ ഒരുവനാണ് ഞാൻ. സമ്പാദിയുടെ വാക്കുകേട്ടാണ് ഞാനിവിടെ വന്നത്. 100 യോജന വിസ്തൃതിയുള്ള സമുദ്രം ചാടിക്കടന്നാണ് ഞാനിവിടെ എത്തിയത്. എന്നെ ഭവതിയുടെ കിങ്കരനായി കണ്ടാലും. ഇത് കേട്ട സീത അമ്പരന്നു. ഇതൊരു സ്വപ്നമാണോ സത്യമാണോ? ഒട്ടുമുറങ്ങാത്ത, ഒരു പോള കണ്ണടയ്ക്കാത്ത ഞാൻ എങ്ങനെയാണ് സ്വപ്നം കാണുക? ഇത് ഒരാൾ പറഞ്ഞതുപോലെ തോന്നുന്നു. ആൾ പറഞ്ഞതാണെങ്കിൽ ആ ആളെ കാണാൻ കഴിയണമേ. സീത പ്രാർത്ഥിച്ചു. സീതയുടെ ആത്മകഥം കേട്ട് ഹനുമാൻ മരച്ചില്ലയിൽ നിന്നും ഇറങ്ങി വന്നു. സീതയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ലോകനായികയെ, ശ്രീരാമൻ്റെ ദാസനാണ് ഞാൻ. എന്നെ സംശയിക്കണ്ട. ഹനുമാൻ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുവന്നതിന് ശേഷമുണ്ടായ കാര്യങ്ങളെല്ലാം സീതയോട് പറഞ്ഞു. കൂടാതെ രാമൻ്റെ പേരെഴുതിയ മോതിരം സീതയ്ക്ക് നൽകുകയും ചെയ്തു. സന്തുഷ്ടയായ സീത നിറകണ്ണോടെ മോതിരം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാബുദ്ധിമാനായ വാനരശ്രേഷ്ഠ, അങ്ങൻ്റെ ജീവൻ തിരിച്ചു നൽകി. ശ്രീരാമന് അങ്ങ് അതീവ വിശ്വസ്തനായിരിക്കാം. നന്മയുള്ളവരെ അല്ലാതെ രാമൻ എൻ്റെ അരികിലേക്ക് അയക്കില്ല. ഞാൻ എങ്ങനെ ഇവിടെ ദിനങ്ങൾ തള്ളി നിൽക്കുന്നുവെന്ന് അങ്ങ് കണ്ടല്ലോ. എന്നോട് ദയ തോന്നിക്കും വിധം ഈ കാര്യങ്ങളെല്ലാം ശ്രീരാമനെ അറിയിക്കണം. ദശമുഖനെ കൊന്ന് എന്നെ രക്ഷിക്കുവാനും പറയണം. ലോകമാതാവായ സീതാദേവിയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ പറഞ്ഞു, ഞാൻ ഈ വിവരങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ രാമലക്ഷ്മണന്മാരും വാനരപ്പടയും ഇവിടെ എത്തി രാവണവംശത്തെ മുഴുവൻ യമലോകത്തേക്ക് അയച്ച് ഭവതിയെയും കൊണ്ട് അയോധ്യയിലേക്ക് പോകും. അവരെങ്ങനെ ഈ സമുദ്രം കടന്നിവിടെ എത്തും? സീത ചോദിച്ചു. അവരെയെല്ലാം ഞാൻ എൻ്റെ തോളിലെടുത്ത് ഇക്കരയ്ക്കെത്തിക്കും. വിരഹവേദനയോടെ കഴിയുന്ന ശ്രീരാമനെ എന്നിൽ വിശ്വാസം വരുത്താൻ സാധിക്കുന്ന ഒരടയാളവാക്യവും തന്ന് ദേവി എന്നെ പോകാൻ അനുവദിക്കണം, ഹനുമാൻ പറഞ്ഞു. സീത അല്പമൊന്ന് ചിന്തിച്ച ശേഷം ശിരസിൽ നിന്നും ചൂടാമണി രത്നമെടുത്ത് ഹനുമാന് നൽകി. കൂടാതെ രാമന് വിശ്വാസം വരാനായി ഒരു സംഭവവും ചെവിയിൽ പറഞ്ഞു കൊടുത്തു. പണ്ട് ചിത്രകൂടാചലത്തിൽ വസിക്കുന്ന സമയത്ത് ഞാൻ മാംസകഷ്ണങ്ങൾ ഉണക്കാൻ വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു. ശ്രീരാമൻ എൻ്റെ മടിയിൽ തലവെച്ചുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ചപലനായ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് ഇറച്ചി കഷ്ണങ്ങൾ കൊത്താൻ തുടങ്ങി. ഞാൻ കല്ലെടുത്തെറിഞ്ഞു. കോപിഷ്ഠനായ ജയന്തൻ, കാക്കയുടെ രൂപത്തിലുള്ള അവൻ്റെ കൊക്കും നഖങ്ങളും ഉപയോഗിച്ച് എന്നെ ആക്രമിച്ചു. ഉടനെ രാമൻ ഉണർന്നു. എൻ്റെ ശരീരത്തിലെ ചോര കണ്ട് കോപത്തോടെ ഒരു പുല്ലെടുത്ത് മന്ത്രം ജപിച്ച് കാക്കയുടെ നേർക്കയച്ചു. കാക്ക പറന്നുപോയി. അവൻ്റെ പിന്നാലെ പുല്ലും ലോകങ്ങളായ ലോകങ്ങളെല്ലാം ചുറ്റി ഒരു രക്ഷയുമില്ലാതെ കാക്ക രൂപത്തിലുള്ള ജയന്തൻ തിരിച്ച് ശ്രീരാമൻ്റെ അടുത്ത് തന്നെ എത്തി ശരണം അഭ്യർത്ഥിച്ചു. ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് ജയന്തനോട് പറഞ്ഞു, രാമബാണം നിഷ്ഫലമാവില്ല. എന്തായാലും നിൻ്റെ കണ്ണുകളിൽ ഒന്ന് നശിക്കും. ഇങ്ങനെ അന്ന് എന്നെ രക്ഷിച്ച ആൾ ഇന്നെന്താണ് എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നത്? ശ്രീരാമനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എൻ്റെ കർമ്മഫലമായിരിക്കാം. സീതാദേവിയുടെ വാക്കുകൾക്ക് മറുപടിയായി ഹനുമാൻ പറഞ്ഞു, ദേവി എവിടെയാണെന്നറിയാത്തത് കൊണ്ടാണ് ശ്രീരാമൻ വരാത്തത്. വാനര സൈന്യത്തോടൊപ്പം ഉടൻ തന്നെ രാമനെത്തും. ലങ്കാപുരി മുഴുവനായും നശിപ്പിക്കും. അങ്ങ് തീരെ മെലിഞ്ഞ ആളാണല്ലോ. അങ്ങയുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഇതുപോലെയാണോ? രാക്ഷസന്മാരെല്ലാം പർവ്വതം പോലെയുള്ള ശരീരമുള്ളവരാണ്. അവരോട് നിങ്ങൾ എങ്ങനെ ഏറ്റുമുട്ടും? സീതയുടെ ചോദ്യം കേട്ട് ഹനുമാൻ തൻ്റെ ശരീരം പർവ്വതാകാരം പോലെ വലുതാക്കി കാണിച്ചു. സീത അതിശയിച്ചു. സീതയോട് പറഞ്ഞു, ഇതുപോലെ ഒരുപാട് വാനരന്മാർ ഉടനെ ഇവിടെ എത്തും. ശരി, നേരം വെളുക്കാറായി. ഉടനെ രാക്ഷസികളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടോളൂ. ചൂടാരത്നവും കൊടുത്ത് രാമനെ വിവരമറിയിക്കുക. വീരന്മാരെയും കൂട്ടി ഉടൻ തിരിച്ചു വരാൻ പറയുക. വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. സീത ഹനുമാനെ യാത്രയാക്കി. വിനയം, ഭയം, ഭക്തി എന്നീ ഭാവങ്ങൾ ഉൾക്കൊണ്ട് സീതയെ വലം വെച്ച് ഹനുമാൻ തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ ഹനുമാൻ സീതാദേവി ഇരുന്ന ശിംശബാ വൃക്ഷമൊഴികെ എല്ലാ വൃക്ഷങ്ങളും ഒടിച്ചു തകർത്തു. ജനങ്ങളും പക്ഷിമൃഗാദികളും പേടിച്ചു. ശബ്ദം കേട്ട് രാക്ഷസന്മാരെല്ലാം ഉണർന്നു. വാനരവേഷം പൂണ്ട് നിന്റെ അടുത്ത് വന്ന ഇവൻ ആര്? ഞങ്ങളിവിടെ ഇതിനു മുമ്പ് ഇവനെ കണ്ടിട്ടില്ല. ഈ രാത്രിയിൽ അവൻ എന്തിനിവിടെ വന്നു? രാക്ഷസന്മാർ സീതയോട് ചോദിച്ചു. സീത അറിയില്ല എന്ന ഉത്തരവും നൽകി. അവർ രാവണനെ വിവരമറിയിച്ചു. രാവണൻ സൈന്യത്തെ അയച്ചു. അവരെയെല്ലാം ഹനുമാൻ തൽക്ഷണം കൊന്നു. തുടർന്ന് ആ പരാക്രമിയെ പിടിച്ചുകൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. പിടിച്ചുകൊണ്ടുവരാൻ പോയവരെയെല്ലാം നിമിഷനേരം കൊണ്ട് ഹനുമാൻ കൊന്നുകളഞ്ഞു. വിവരമറിഞ്ഞ രാവണൻ, വീരന്മാരായ എൻ്റെ സേനാനികൾ ഒരു കുരങ്ങിനോടാണല്ലോ തോൽക്കുന്നത്. എൻ്റെ പുണ്യമെല്ലാം അവസാനിക്കുന്നുവോ? ഭയവും ദുഃഖവും അഭിമാനക്ഷതവുമായി സങ്കടത്തോടെ ചിന്തിച്ചിരുന്നു. അപ്പോഴതാ ഇളയപുത്രനായ അക്ഷകുമാരൻ വരുന്നു. രാവണനെ സമാധാനിപ്പിക്കുന്നു. അച്ഛാ, വീരന്മാർക്ക് യോജിച്ചതല്ല മനോവിഷമം. ആ ശത്രുവിനെ ഞാനിവിടെ കൊണ്ടുവരാം. എന്നാൽ ഹനുമാൻ അക്ഷകുമാരൻ്റെ തല ലക്ഷ്യമാക്കി ഗദയെറിഞ്ഞു. ഗദ കൊണ്ട് അക്ഷകുമാരൻ മരണമടഞ്ഞു. അക്ഷകുമാരൻ്റെ മരണത്തിൽ ഹൃദയം തകർന്ന രാവണൻ ബലവാനായ തൻ്റെ പുത്രൻ ഇന്ദ്രജിത്തിനെ വിളിച്ചു വരുത്തി. ഇന്ദ്രജിത്തിനെ ചേർത്ത് പിടിച്ച് അക്ഷകുമാരൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞു കരഞ്ഞു. അച്ഛൻ വിഷമിക്കണ്ട, മരണത്തെ പേടിയില്ലാത്തവനാണ് ആ ഹനുമാൻ. അതുകൊണ്ടല്ലേ ധൈര്യപൂർവ്വം ഇവിടേക്ക് കയറി വന്നത്. ബ്രഹ്മാസ്ത്രം കൊണ്ട് ഞാൻ അവനെ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ അവനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. അങ്ങനെയും നടന്നില്ലെങ്കിൽ കാപട്യം ഉപയോഗിച്ചാണെങ്കിലും ഞാൻ അവനെ അച്ഛൻ്റെ മുമ്പിലെത്തിക്കാം. ഇന്ദ്രജിത്ത് ഹനുമാനുമായുള്ള യുദ്ധത്തിന് പുറപ്പെട്ടു. ഹനുമാൻ ആകാശത്തേക്ക് ചാടി. രണ്ടുപേരും തമ്മിൽ യുദ്ധം തുടങ്ങി. ഹനുമാൻ്റെ തലയിൽ 5 ബാണങ്ങളും മാറിൽ 8 ബാണങ്ങളും കാലുകളിൽ 6 വീതവും വാലിൽ 1 ബാണവും തറച്ചു. ഇന്ദ്രജിത്ത് സിംഹത്തെപ്പോലെ ഗർജിച്ച് ലോകം മുഴുവൻ വിറപ്പിച്ചു. കോപിഷ്ഠനായ ഹനുമാൻ ഒരു തൂണ് പിഴുതെടുത്ത് തേരും തേരാളികളെയും കുതിരകളെയും അടിച്ചു വീഴ്ത്തി. മറ്റൊരു തേരിൽ കയറി ഇന്ദ്രജിത്ത് വീണ്ടും അമ്പെയ്യാൻ തുടങ്ങി. ഹനുമാൻ്റെ രോമങ്ങൾ വരെ 4ആയി കീറി. എന്നിട്ടും ഹനുമാന് ഒരു കുഴപ്പവുമില്ല. ഇത് കണ്ട ഇന്ദ്രജിത്ത് ഒടുവിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ച് ഹനുമാൻ ഭൂമിയിൽ വീണു. ഇന്ദ്രജിത്ത് ഹനുമാനെ കയറിൽ ബന്ധസ്ഥനാക്കി തൻ്റെ പിതാവായ രാവണൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞു. അനേകം രാക്ഷസന്മാരെ കൊന്നൊടുക്കിയ ഇവനിപ്പോൾ എൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധസ്ഥനാണ്. ശത്രുക്കൾക്ക് അന്തകനായ ഇവൻ സാധാരണക്കാരനല്ല. മന്ത്രിമാരുമായി ആലോചിച്ച് എന്ത് വേണമെന്ന് അച്ഛൻ തീരുമാനിച്ചാലും. പുത്രവചനം കേട്ട ശേഷം രാവണൻ അടുത്തു നിന്ന പ്രഹസ്തനോടായി പറഞ്ഞു, ഇവൻ എവിടെ നിന്ന് വരുന്നു? എന്തിനു വന്നു? എന്തിനാണ് രാക്ഷസന്മാരെ കൊന്നത്? ഇവൻ ആരുടെ ദൂതനാണ് എന്നൊക്കെ അവനോട് ചോദിച്ചു മനസ്സിലാക്കൂ. തുടർന്ന് രാക്ഷസന്മാർ അവനോട് ചോദിച്ചു,
ആരയച്ചിട്ടാ നീ വന്നത്? പേടിക്കണ്ട. ബ്രഹ്മസഭയ്ക്ക് തുല്യമായ ഈ സഭയിൽ അസത്യവും അധർമ്മവും നടപ്പാക്കില്ല. രാജസഭയിൽ സത്യം പറഞ്ഞാൽ നിന്നെ അഴിച്ചുവിടാം. രാക്ഷസ സൈന്യാധിപനായ പ്രഹസ്തൻ്റെ വാക്കുകൾ കേട്ട് മറുപടിയായി ഹനുമാൻ പറഞ്ഞു, പൂജ്യനായ രാമൻ്റെ ദൂതനാണ് ഞാൻ. പിതൃവാക്യമനുസരിച്ച് രാമൻ വനത്തിലെത്തി സീതയോടും ലക്ഷ്മണനോടുമൊത്ത് ജീവിക്കുമ്പോൾ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോന്നില്ലേ? ഇതുതന്നെയാണ് വിധികൽപ്പിതമായ രാവണൻ്റെ മരണകാരണം. രാമൻ സുഗ്രീവനെ കണ്ട് ഉടമ്പടിയുണ്ടാക്കി. ഉടമ്പടി പ്രകാരം ബാലിയെ ഒറ്റ അസ്ത്രം കൊണ്ട് കൊന്ന് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കി. അതിനു പകരമായി സുഗ്രീവൻ 1,00,000 വാനരന്മാരെ സീതാന്വേഷണത്തിന് പറഞ്ഞയച്ചു. അവരിൽ ഒരാളാണ് ഞാൻ. വൃക്ഷങ്ങൾ തകർക്കുന്നത് വാനരന്മാരുടെ സ്വഭാവമാണ്. എന്നെ കൊല്ലാൻ വന്നതുകൊണ്ടാണ് രാക്ഷസന്മാരെ കൊന്നത്. അങ്ങയുടെ മകൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ഞാനിവിടെ എത്തിയത് അങ്ങേക്ക് ഒരു നല്ല കാര്യം ഉപദേശിക്കാൻ കൂടിയാണ്.